Hi friends, welcome to AFTech Support. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് HP PAVILION ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ അൺബോക്സിംഗ് വിത്ത് ബേസിക് റിവ്യൂ ആണ്. അതിന് മുമ്പായി ഞാൻ ഈ ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ കാരണം എൻ്റെ വർക്ക് അധികം IT ഓറിയൻറ്റഡും അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങുമാണ്. പിന്നെ ഞാൻ കൂടുതൽ വെർച്വൽ മെഷീൻസ് യൂസ് ചെയ്യും ഫോർ വെർച്വലൈസേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലിയായിട്ട് പവർഫുൾ പ്രോസസ്സർ ആവശ്യമുണ്ട്. കമ്പാരിറ്റീവ്ലി ഗെയിമിംഗ് ലാപ്ടോപ്പ് എപ്പോഴും പെർഫോമൻസ് വൈസ് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് ചൂസ് ചെയ്തത്. ഞാൻ എൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിനെ കുറിച്ച് ബേസിക് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റൽ കോർ i5 9th ജനറേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റാം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് 8GB DDR4 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ അപ് ടു 32GB വരെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിലെ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7200 RPM HDD 1TB ഹാർഡ് ഡിസ്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 1TB SSD ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യാം. ഇതിലെ ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ GDDR5 4GB ഡെഡിക്കേറ്റഡ് NVIDIA GeForce GTX ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഉപയോഗിച്ച് സൗണ്ട് സിസ്റ്റം B&Oയുടെ ഡ്യുവൽ സ്പീക്കർ സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം മാനുവൽ കിട്ടിയിട്ടുണ്ട്. ചാർജർ, ഈ ചാർജർ ലുക്ക് ലൈക്ക് പവർ ബാങ്ക്. വളരെ ഭംഗിയുണ്ട്. മറ്റു പവർ ബാങ്കിനെ പോലെയല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പവർ ബാങ്കിനെ പോലെയാണിത്. നമ്മൾ വെയിറ്റ് ചെയ്ത ലാപ്ടോപ്പ് ഷാഡോ ബ്ലാക്ക് കളർ. നമുക്ക് ഇങ്ങനെ കവറിന് എടുത്ത് നോക്കാം. യെസ്, കാണാൻ ഭംഗിയുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. ഇതിലുള്ളത് ഒരു HDMI പോർട്ടുണ്ട്, ഒരു USB പോർട്ട്, എതർനെറ്റ് പോർട്ട്, C പോർട്ട് ആൻഡ് SD കാർഡ് റീഡർ. ഈ ലാപ്ടോപ്പിന് ഈ എഡ്ജിൽ കൊടുത്തിട്ടുള്ളത് ഇത്ര മാത്രം പോർട്ടുകളുള്ളൂ. നമുക്കതിൻ്റെ മറ്റു വശത്തേക്ക് പോവാം. നമ്മൾ ഈ വശത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഓഡിയോ ഔട്ട്പുട്ട് പോർട്ട്, 2 USB പോർട്ട് ആൻഡ് ഒരു ചാർജർ പോർട്ട്. ഇതിന് ഈ വശത്തായിട്ട് എക്സ്ഹോസ്റ്റേഴ്സ് ആണ് ഉള്ളത്. താഴെ വശത്തായിട്ടും അതിന് ഹീറ്റ് എക്സ്ഹോസ്റ്ററുണ്ട്, ഫാനിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജെനുവിൻ വിൻഡോസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹോം എഡിഷൻ ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്കിത് വേണമെങ്കിൽ പ്രൊഫഷണലോട്ട് നമുക്ക് മാറ്റാം. എനിക്കിത് പ്രൊഫഷണലാണ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ പ്രൊഫഷണലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ എഡ്ജും ചെക്ക് ചെയ്ത് എല്ലാ പോർട്ടും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ കാണുന്ന ഈ ഏരിയയാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം. ഡ്യുവൽ സ്പീക്കറിൻ്റെ B&Oയുടെ സൗണ്ട് സിസ്റ്റമാണ് നമ്മൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ മോഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പാവിലോൺ എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റൽ കോർ i5 9th Gen ആണ് നമ്മുടെ പ്രൊസസ്സർ. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് 4GBയുടെ ഗ്രാഫിക്സ് കാർഡാണ്. അത് NVIDIA GeForce GTX ആണ്. അതിവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. എത്ര ടൈമാണ് നമ്മുടെ ലാപ്ടോപ്പിൽ ബൂട്ടപ്പ് ചെയ്ത് കൊടുക്കാൻ ടൈം എന്ന് അറിയാൻ വേണ്ടി ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ലാപ്ടോപ്പ് ഏകദേശം ബൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം 38 സെക്കൻഡ്. നമ്മുടെ ലാപ്ടോപ്പിന് 15.6 ഇഞ്ച് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ് ഉള്ളത്. നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് 10 ഹോം സിംഗിൾ ലാംഗ്വേജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് 64 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ 2.4 GHz ഇന്റൽ കോർ i5 9th Gen ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാലിഡിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കമാൻഡാണ് slmgr/xpr. നമുക്കിവിടെ കാണാം നമ്മുടെ വാലിഡിറ്റി ദ മെഷീൻ ഈസ് പെർമനന്റ്ലി ആക്ടിവേറ്റഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതിൽ 1 GB ഹാർഡ് ഡിസ്ക് ആണുള്ളത്. ഏകദേശം ഇത് നമുക്ക് കിട്ടുമ്പോൾ ഇതിൽ ഒറ്റ ഡ്രൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഡ്രൈവും കൂടി ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തു. കാരണം എനിക്ക് ഇതിലെ ഫയൽസും കാര്യങ്ങളും സെപ്പറേറ്റ് കീപ്പ് ചെയ്യാനാണ്. ഫ്യൂച്ചറിൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡാറ്റ മിസ് ചെയ്യാതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഈ ഡ്രൈവും കൂടി ഇതിൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളതിനുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെട്ടു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് വൈസ് ആണ്. പക്ഷേ ഇത് എനിക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടിയാണ് സ്പോൺസർ ചെയ്തതല്ല, ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യസന്ധമായിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാൽ ഞാനിത് വിത്തിൻ 1 മന്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് വൈസ് റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. Thank you for watching, and it's me Muhammad Aslam signing out from AF Tech Support.